ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ പേരാണ് ഗുജിയ. അത് ഹോളി സമയത്ത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നല്ലൊരു മധുരമുള്ള പലഹാരമാണ്. അത് നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ്. നമ്മുടെ ഹോളി സമയത്താണ് അത് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളെ ഹോളിയാണ്, എല്ലാവർക്കും ഹാപ്പി ഹോളി. അപ്പോൾ നമുക്ക് ഗുജിയ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പാല് നല്ലോണം തിളപ്പിച്ച് പറ്റിച്ചിട്ട് മാവ് ഉണ്ടാക്കുകയാണ്. മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർഫിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. പാല് തിളപ്പിച്ച് വറ്റിച്ച് കട്ടിയാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പാല് നല്ലോണം തിളപ്പിക്കാൻ വെച്ചു. ഇനി അത് ഇളക്കി കട്ടിയാക്കണം. അപ്പോൾ ആദ്യം തിളപ്പിക്കാൻ വെച്ച് നല്ലോണം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് വെച്ചോളൂ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാൽക്കട്ടി എന്ന് പറഞ്ഞാൽ മാവ ഉണ്ടാക്കി വെച്ചു. നമുക്ക് 2 ഗ്ലാസ് പാല് വറ്റിച്ചപ്പോൾ അത് ഇത്രയാണ് കിട്ടിയത്. ഇനി ഞാൻ വാങ്ങിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വാങ്ങിയെടുത്തു. കണ്ടില്ലേ, ഇതാണ് മാവ. ഇനി നമുക്ക് ഗുജിയ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗുജിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് 50 ml കപ്പാണ് കേട്ടോ. അതിലൊരു 3 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ചു ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. എണ്ണയൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ആട്ട രൂപത്തിൽ ആട്ടയാക്കിയിട്ട് വെക്കണം. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം കുഴച്ച് വെക്കുക. എന്നിട്ട് നല്ലോണം അടച്ച് വെക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്ക നാളികേരം വേണം കേട്ടോ. അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം റവ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് വറുത്തെടുക്കുക ചെറുതായിട്ട്. അപ്പോൾ വറുത്ത് കോരിയെടുത്ത് അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മൾ 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ബദാം എല്ലാം ഒന്ന് മിക്സിയിൽ പൊടിച്ച് വെച്ചിരുന്നു. അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒന്ന് വറുക്കുക നന്നായിട്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തന്നെ നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഞാൻ ബദാമിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചെടുത്തിരുന്നു. അപ്പോൾ കിസ്മിസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, പാൽക്കട്ടി, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വഴറ്റി ഒന്ന് നല്ലോണം ചൂടാക്കി അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കൊപ്ര ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയെടുക്കണം. അത് വല്ലാണ്ട് വറക്കൊന്നും വേണ്ട. അപ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ സ്വാദ് വരും. ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. അതും കൂടെ ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതൊരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ 50 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തു. അത് ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക കേട്ടോ. ഒരു കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് തയ്യാറായിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആട്ട തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ നമ്മുടെ പൂരി ഉണ്ടാക്കില്ലേ, അതേപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ബോൾസ് ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കത് പരത്തിയിട്ട് നല്ലോണം പരത്തിയതിന് ശേഷം നമ്മുടെ ഗുജിയ ഉണ്ടാക്കണ ഒരു മോൾഡുണ്ട്. ആ മോൾഡിൽ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സൈഡ് മടക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എൻ്റെ മോൾഡ് ഇരിപ്പുണ്ട്. അത് കാരണം ഞാൻ ആ മോൾഡിൽ വെച്ചിട്ട് നമ്മുടെ സ്റ്റഫിങ് നടുവിൽ വെച്ചിട്ട് അത് അടയ്ക്കേ വേണ്ടൂ. അപ്പോൾ 1 ടീസ്പൂൺ സ്റ്റഫിങ് വെക്കുക. ആദ്യം സ്റ്റഫിങ് വെക്കരുത്, അപ്പോൾ പൊട്ടിപ്പോയാൽ പിന്നെ എണ്ണ കൂടി നാശമാവും. അതുകൊണ്ട് സ്റ്റഫിങ് വെച്ചതിന് ശേഷം 4 പുറം വെള്ളം ഒന്ന് ചെറുതായിട്ട് തടവി കൊടുക്കുക. എന്നാലേ മൈദ നന്നായിട്ട് ഒട്ടി കിട്ടുള്ളൂ. ഇങ്ങനെ സ്റ്റഫ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള മൈദ നമുക്ക് ഇങ്ങോട്ട് മുറിച്ചെടുക്കാം. അത് അടുത്ത ഗുജിയ ഉണ്ടാക്കും നമുക്ക് അതിൽ ചേർക്കാമല്ലോ. അപ്പോൾ അത് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മൈദ മാറ്റിയെടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് അമർത്തിയിട്ട് അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം നല്ലോണം ഒട്ടി ഇരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റഫിങ് പുറത്ത് വരും. ബദാമൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണ പോലും നാശമായി പോവും. അത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് പുറത്തേക്ക് എടുക്കണം. ഇത്രയും ഗുജിയകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്തെടുക്കാം. അടുപ്പത്ത് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് വറുത്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക.
ഒരു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്താൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ ഓരോ ഗുജിയും മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത് അടിഭാഗം കൂടി നല്ലോണം മൂത്ത് വരണം. അങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗുജിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഒന്ന് ഒരേപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഗുജിയ വാങ്ങിയെടുക്കാം. ഓരോന്നായിട്ട് വാങ്ങിയെടുക്കുക. അതിനുശേഷം നെക്സ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ലോട്ടിലെ ഗുജി എല്ലാം വാങ്ങിയെടുത്തു. നെക്സ്റ്റ് ലോട്ട് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഗുജി എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക് യു.